ഹായ് ഡിയർ, വെൽക്കം ടു ടാരറ്റ് വൈബ്സ്. നമുക്കെന്നാൽ ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ വ്യക്തികൾക്കും ഒരുപാട് നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. തുടർന്നും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഡിയർ, അപ്പോൾ നിങ്ങളുടെ ചോദ്യം എന്ത് തന്നെ ആയാലും മനസ്സിൽ വിചാരിച്ചോളൂ. ഡിവൈൻ കാർഡ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? ഡിവൈൻ ഗൈഡ് ചെയ്താലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? കാർഡ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? ഓക്കെ ഡിയർ, നമുക്ക് നോക്കാം. മൂന്ന് പൈൽസാണ്. ഓക്കെ, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം. ഓക്കെ ഡിയർ, ചൂസ് ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ചൂസ് ചെയ്യാം. പൈൽ നമ്പർ 1, 2 and 3. ഓക്കെ ഡിയർ. 1 കിങ് ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. 2 പേജ് ഓഫ് കപ്സ് ആണ്. 3 പേജ് ഓഫ് വോൺസ് ആണ്. ഓക്കെ ഡിയർ, നിങ്ങൾ ഫസ്റ്റ് കാർഡാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ കിങ് ഓഫ് വോൺസ് ആണ്. ഇതിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റായിട്ട് നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്കുള്ളിലൊരു അഹങ്കാരം വരാനും സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഓവർ കോൺഫിഡൻ്റ് ആയി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിന് പകരം നിങ്ങൾ വളരെ വിനയത്തോടു കൂടി ആ സാഹചര്യത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് ഡിവൈൻ ഗൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ പൈല് ചൂസ് ചെയ്തവർക്കും യെസ് ആണ് ഉത്തരം. നിങ്ങൾ വളരെ ഇമോഷണലായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അവിടെയും ഒരു പോസിറ്റീവ് ഔട്ട്കമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് പരമായ കാര്യമാണെങ്കിൽ അവിടെ ഒരു ന്യൂ ബിഗിനിങ്ങിനുള്ളൊരു സാധ്യത കാണുന്നു. മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തവർ അവർക്കും യെസ് ആണ് ആൻസർ. നിങ്ങളൊരു കരിയർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു പൊട്ടൻഷ്യലോടുകൂടി നിങ്ങളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ പുറത്തേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ഡിവൈൻ ഗൈഡൻസ്. നിങ്ങൾക്ക് കരിയർ സംബന്ധമായോ റിലേഷൻഷിപ്പ് സംബന്ധമായോ എഡ്യൂക്കേഷൻ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്. ബൈ.